നമസ്കാരം. കേരളത്തിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്തുന്ന ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ തൃശൂർ സ്വദേശി 75-കാരനായ ബിസിനസ്സുകാരന് 1.04 കോടി രൂപ നഷ്ടപ്പെട്ട സംഭവത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി കേസെടുത്തത്. തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മാർച്ചിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBIക്ക് നൽകുകയായിരുന്നു. CBIയുടെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2024 ജൂലൈ 20-ന് മുംബൈ ഫെഡെക്സ് കൊറിയേഴ്സിലെ ഉദ്യോഗസ്ഥൻ അജയ് കുമാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. റഷ്യയിലേക്കുള്ള ഒരു പാഴ്സലിൽ മയക്കുമരുന്ന് കണ്ടെത്തിയതായി പറഞ്ഞ ഇയാൾ പിന്നീട് ഫോൺ മുംബൈ സൈബർ പോലീസ് ഓഫീസർ എന്ന പേരിലുള്ള മറ്റൊരാളിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നും പരാതിയിലുണ്ട്. ബാങ്ക് അക്കൗണ്ട് പരിശോധന ആവശ്യപ്പെട്ട് തട്ടിപ്പുകാർ നൽകിയ അക്കൗണ്ടിലേക്ക് തന്റെ മുഴുവൻ അക്കൗണ്ട് ബാലൻസും മാറ്റാൻ നിർദ്ദേശം നൽകി. തുടർന്ന് തന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 1.04 കോടി രൂപ ജൂലൈ 22-നും 24-നും ഇടയിൽ ഇയാൾ തട്ടിപ്പുകാർക്ക് കൈമാറി. നിക്ഷേപം നടത്തിയ ശേഷം മാത്രം തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ വയോധികൻ തൃശൂർ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ, കള്ളപ്പണ ഇടപാടുകൾ, രാജ്യാന്തര ഇടപെടലുകൾ എന്നിവ ഉള്ളതായും അന്വേഷണത്തിന് സംസ്ഥാന പോലീസിന് നിയമപരിധി ഉള്ളതായും കണ്ടെത്തിയതിനെ തുടർന്ന് CBI ഇടപെടലിന്റെ ആവശ്യകത മനസ്സിലാക്കുകയായിരുന്നു. ആദ്യം കേസ് കൈകാര്യം ചെയ്തിരുന്നത് തൃശൂർ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. സൈബർ തട്ടിപ്പുകൾക്ക് പിന്നാലെ ലഭിച്ച അനധികൃത വരുമാനങ്ങൾ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയ ശേഷം ചൈനീസ് സ്ഥാപനങ്ങൾക്കാണ് കൈമാറിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 8 പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ വളർച്ചയും അതിനെ തുടർന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലും നിയമസംരക്ഷണത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.